ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇടാത്ത, ഇപ്പം കുറച്ച് ദിവസമായിട്ട് വേനൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് യൂട്യൂബിൽ. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇൻഓതൻറ്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അതായത് മോണിറ്റൈസേഷൻ ആയ ചാനലുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഓതൻറ്റിക് കണ്ടന്റ് നിങ്ങളുടെ വീഡിയോസിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. $90-95 ആയ ആൾക്കാരുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പക്കാ രീതിയിൽ തന്നെ യൂട്യൂബ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിപ്പിൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും ഫലമാണ് അവിടെ പോയി കിട്ടുന്നത്. അപ്പോൾ സൂക്ഷിക്കുക. ഇൻഓതൻറ്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുടെയും ചാനൽ ഇപ്പോൾ പോയത് നിങ്ങൾ തന്നെ ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോ സെയിം ആയിട്ട് വേറൊരു ചാനലും കൂടെ ചെയ്ത്, അതായത് 2 ചാനലിൽ നിങ്ങളുടെ തന്നെ സെയിം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് ഈ പ്രോബ്ലം വരുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ചെയ്യാറുണ്ട്, 2 ചാനൽ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ആദ്യത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ തന്നെ പിന്നെയും നിങ്ങൾ മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോവും, പ്രശ്നമാണ്. ഇൻഓതൻറ്റിക് കണ്ടന്റിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവുന്നതാണ്. രണ്ടാമത്തത് AI വീഡിയോ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്, അതും നിർത്തുക. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾ വോയിസ് മാത്രം, അതായത് നിങ്ങളുടെ ഫേസോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറും ഒരു ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മാത്രം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വോയിസ് ഓവർ മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ഇൻഓതൻറ്റിക് കണ്ടന്റിൽ പെടുത്തുന്നതാണ്. അപ്പം മോണിറ്റൈസേഷൻ കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവർ കാത്തിരിക്കുന്നതാണ് ഒരു $100 നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നിങ്ങളുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ $90-95 ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ആ മോണിറ്റൈസേഷൻ അവിടെ റദ്ദാവുകയാണെങ്കിൽ യൂട്യൂബ് ഒരിക്കലും ആ ഫണ്ട് നിങ്ങൾക്ക് തരുന്നതുമല്ല. മാത്രമല്ല ഇപ്പോൾ നല്ല രീതിക്ക് പെനാൽറ്റിയും വരുന്നുണ്ട്. $60 പെനാൽറ്റി വരുന്നുണ്ട്. പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും ഈ ഒരു $1 കിട്ടുന്നതല്ല. അപ്പം ഇൻഓതൻറ്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അൺയൂസ്ഡ് ആയിട്ടുള്ള പല വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്തിട്ടോ മറ്റേതെങ്കിലും വേണ്ടാത്ത തരത്തിലുള്ള വീഡിയോസോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടേതല്ലാത്ത ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇൻഓതൻറ്റിക് കണ്ടന്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് ക്ലിയർ ആയിട്ടുള്ള പരിപാടി മാത്രം ചെയ്ത് മുമ്പോട്ട് പോവുക. ഒരു ഉടായ്പും യൂട്യൂബ് വെച്ച് പൊറുപ്പിക്കുന്നതല്ല. നിങ്ങൾ എന്തൊക്കെ ഉടായ്പ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ യൂട്യൂബിൻ്റെതായിട്ടുള്ള സെർവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വലിയ ബുദ്ധിമാനാണെന്നൊന്നും വിചാരിക്കേണ്ട, നിങ്ങളൊന്നുമല്ല യൂട്യൂബിൻ്റെ മുന്നിൽ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ പറയാനാണ് ഇന്ന് വന്നത്. ഇൻഓതൻറ്റിക് കണ്ടന്റ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ പരിപാടി നിർത്തിക്കോ. കാരണം മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടൊന്നും തന്നെ കിട്ടുന്നതല്ല. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം വന്നൊരു കാര്യമാണ്. അപ്പം ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അപ്പം ഓക്കെ, ബൈ.